friends, Bytz in the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പുട്ടാണ്. നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗോതമ്പ് പുട്ട്, റവ പുട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടാണ്. ഞാൻ ഇവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ട് സേമിയ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുമ്പോൾ അത് വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 2 കപ്പ് സേമിയ എടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കാരണം നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കുതിർത്ത് വെക്കുമ്പോഴുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ സേമിയ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതില്ലേ ഒരു 3-4 മിനിറ്റ് വെക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള സേമിയാണ്. ഭയങ്കര നൈസായിട്ടുള്ള സേമിയ ആണെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കട്ടെ, കാരണം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ്, ഫുള്ളി സോഫ്റ്റ് ആയി പോകരുത്, ഇത് ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മുടെ സേമിയനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതാണ് സേമിയ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇനിയൊന്നുമില്ല, ഇനി പുട്ടുണ്ടാക്കൽ തന്നെയാണ്. ഈ സേമിയക്ക് നമ്മൾ തേങ്ങ കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കറി ഉണ്ടായാലേ ഇറങ്ങത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വല്ല കടലക്കറിയോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ ഒക്കെ കൊടുക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാനാണിത് ബെസ്റ്റ്. നമ്മുടെ അരിപ്പുട്ടിനെ പോലെ അല്ല കേട്ടോ, ഇതിന് ഇത്തിരി കുക്കിംഗ് ടൈം കൂടുതലാണ്. നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ കുക്ക് ചെയ്യില്ലേ നമ്മൾ, അത്രയും ടൈം തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഫസ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. എനിക്കും കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്ന്. ഒരെണ്ണം ഞാൻ ഈ ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ മുട്ടക്കറി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കറി ആവശ്യമില്ലെന്നാണ് പറയുന്നത് ഈ പുട്ടിന്. അപ്പം ഞാൻ മുട്ടക്കറി ഒന്നും ഇല്ലാതെ വെറുതെ ഒന്ന് പഞ്ചസാര കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പഞ്ചസാര എടുക്കാം. ഇത് നമ്മുടെ അരിപ്പുട്ടിൻ്റെയും ഗോതമ്പ് പുട്ടിൻ്റെയും പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരില്ല. കാരണം ഇതിങ്ങനെ കണക്റ്റഡ് ആയി കിടക്കുമല്ലേ. തേങ്ങ കൂട്ടിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും തേങ്ങ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടാക്കണേ. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് ചവയ്ക്കണം. അരിപ്പുട്ടൊക്കെ കഴിക്കണ പോലെ അങ്ങനെ എളുപ്പത്തിൽ അങ്ങ് പോവില്ല. ഒന്ന് ചവച്ചിട്ട് ഇറക്കണം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും. എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാലും ഒഴിക്കുമ്പോൾ നമ്മൾ ഈ അപ്പമൊക്കെ കഴിക്കുമ്പോൾ തേങ്ങാപ്പാലും പഞ്ചസാര ഒഴിക്കില്ലേ, അതുപോലെ ഒഴിച്ച സംഭവം അടിപൊളിയായിരിക്കും. ഞാൻ തേങ്ങാപ്പാൽ ആക്കിയിട്ടില്ല. എന്തായാലും ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമ്മൾ മലയാളികളുടെ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് പുട്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി പുട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. ബൈറ്റ്സിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Sumi signing off from Bytz. Bye bye.